ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ നെക്കിൻ്റെ ഭാഗം തയ്ച്ച് മറക്കുകയാണെന്നാണ്. ഒരു ഭാഗത്തിൽ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ ഭാഗത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ആ ഭാഗത്തെത്തുമ്പോൾ പറഞ്ഞു തരാം. കാരണം ഇത് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, അത് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തേൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം ചെറിയ കാണിലിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ആ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കിയത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് തയ്ച്ച് മറിച്ച ശേഷം ഒന്ന് പതിച്ചടിക്കുക. പതിച്ചടിച്ച ശേഷം നമുക്ക് സൈഡിലുള്ള എക്സസ് ഉള്ള തുണിയൊക്കെ നമുക്ക് ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് വരാം. ഇതിന് ശേഷം നെക്കിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ആ നെക്കിന് ഫിനിഷിങ് ആവുന്നത്. നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നെക്കിനെങ്കിൽ ഒന്ന് കഴുത്ത് മലച്ചതുപോലെ ഇരിക്കും, അത്രയും പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. ഇതിന് നല്ല പെർഫെക്ഷനാണ് ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് ചെയ്യുന്നത്. മാത്രമല്ല അതിന് വേറൊരു ഗുണം കൂടി, 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും, നല്ല വൃത്തിക്ക് ഇരിക്കും എന്നതും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം കൂടുതൽ കാലം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ നൈറ്റി ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിക്ക് നല്ല പെർഫെക്ഷനോട് കൂടി ലുക്കിലും അത് ഇടുമ്പോഴും നമുക്കൊരു സ്റ്റിഫായിട്ട് നിൽക്കും ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ആ രീതിക്കും ഗുണമുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം തയ്ച്ച് മറക്കേണ്ടത് കേട്ടോ. അതിന് മുമ്പ് മുകൾ ഭാഗത്ത് ഷോൾഡറിൽ ബാലൻസ് നിൽക്കുന്ന ഭാഗം ഒപ്പാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ ഷോൾഡർ നമുക്ക് തയ്ച്ച് മറിച്ച് ജോയിനിങ് ചെയ്യുമ്പോൾ അത് വ്യത്യാസം വരും. അതുകൊണ്ട് എക്സസ് ഉള്ളത് ക്ലോത്ത് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത്, ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് പിന്നീട് ചെയ്താലും മതി. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഈ ചെയ്യുന്നത് പോലെ കുറച്ച് ഭാഗം മാത്രം ഇത് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ ജോയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ ഇതുപോലെ ലൈനിങ് ഇട്ട് ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും, പെർഫെക്റ്റോടുകൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ ശേഷം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒപ്പാക്കി വെച്ച ശേഷം വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ. അല്ല എങ്കിൽ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അതുകൊണ്ട് ആദ്യം കൃത്യമായിട്ട് എല്ലാ ഭാഗവും ഒപ്പാക്കി വെച്ച ശേഷം വേണം. നമ്മൾ കുറച്ച് ദൂരം മാത്രമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് ദൂരം ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ പതിച്ചടിച്ച് വെക്കുന്നത് കേട്ടോ. ഇത്ര ദൂരം നമുക്ക് ചെയ്തെടുത്താൽ മതി, ഫുൾ ഭാഗത്തേക്ക് എടുക്കേണ്ട. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് ഷോൾഡർ ജോയിനിങ് ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരിക്കും. ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ഇരിക്കും. നമുക്കിപ്പോൾ ഏത് ഭാഗമാണ് നല്ല വശമെന്ന് കൃത്യമായിട്ട് അറിയും. അത് മാത്രമല്ല നല്ല ഫിനിഷിങ്ങോടുകൂടി ഇരിക്കുകയും ചെയ്യും കുറച്ച് ഭാഗം നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും അല്ലാണ്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കൂടും എന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അതിനുശേഷം ഇതുപോലെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചു ഇതുപോലെ ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് ഇത് 2 പ്രാവശ്യം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പുറത്തെ സൈഡിലും ചെയ്ത് കാണിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് മറിച്ചിടണ്ട കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം നമ്മൾ ബാക്കിലേക്ക് ഉൾസൈഡിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിച്ചു, ഇപ്പുറത്തെ സൈഡ് കൊണ്ട് ബാക്ക് പാർട്ടും പിടിച്ചു. ഒപ്പാക്കി പിടിക്കണം കേട്ടോ. അത് പിടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സംഭവമാണ് കേട്ടോ. അതല്ല എങ്കിൽ നമുക്കത് കയറി ഇറങ്ങിയ പോലെയൊക്കെ നിൽക്കുക. അത് ഇതുപോലെ ഫിനിഷിങ്ങിന് വരണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ നല്ല വൃത്തിക്ക് പിടിക്കണം, നീറ്റായിട്ട് തന്നെ പിടിക്കണം. അതിനുശേഷം ഇപ്പോൾ കണ്ടോ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കണ്ടോ, തയ്യൽ തുമ്പ് കാണാതെ ലൈനിങ് മെറ്റീരിയലിൽ ഷോൾഡർ ജോയിനിങ് ചെയ്ത് കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം നമ്മൾ തയ്ക്കാതെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഷോൾഡർ തയ്ച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ, പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എവിടം വരെയാണ് ചെയ്ത് വെച്ചേക്കണേ അവിടം വരെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ചെയ്യാത്തത് എവിടം വരെ നമുക്ക് ചെയ്യാത്ത ആ ഭാഗം വരെ ചെയ്താൽ മതി.
ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിട്ട ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്ക് ആ ഗ്യാപ്പ് വന്ന ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ പതിച്ചടിക്കുന്നു കേട്ടോ. ആ ഭാഗം കറക്റ്റ് ഒപ്പാക്കി ഉള്ളിലേക്ക് വെച്ച് കറക്റ്റ് ഈക്വൽ ആക്കി വെച്ചോളൂ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റ് ഇത്തിരി ഒന്ന് ചെറിയ സൈഡിൽ ഭാഗത്തൊന്ന് പൊന്തി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ തന്നെ ശരിയായിക്കോളും. അവിടെ കെട്ടിട്ട് നിർത്തിയിട്ടോ, തയ്ച്ച് നിർത്തിയിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അത് ബാലൻസ് നിൽക്കുന്ന എന്താ പറയുക നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിന് ശേഷം ഇതിൽ ബാലൻസ് നിൽക്കുന്ന ഓവറായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ സൈഡ് ഭാഗം ജോയിൻ ചെയ്ത ശേഷം മാറ്റിയാലും മതി കേട്ടോ. അപ്പുറത്തെ സൈഡ് ഭാഗം ജോയിൻ ചെയ്ത ശേഷം മാറ്റിയാലും മതി. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് തയ്ക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ സൈഡ് ആ കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം. തയ്ച്ചെടുക്കുമ്പോൾ അവിടെ കുറച്ച് റെഗുലേറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചൊന്ന് കൂട്ടിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്താലും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ നെക്ക് ചെയ്യുമ്പോൾ വളരെയധികം ചെറിയ കാണിയിൽ തന്നെ ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടായിരിക്കുക, കൂടുതൽ പെർഫെക്ഷൻ കിട്ടുക. തയ്ച്ച ശേഷം നമുക്ക് ബാലൻസ് എക്സസ് ഉള്ള ക്ലോത്തൊക്കെ നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതുപോലെ ഒന്ന് ലൈനിങ് ഇടുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിനെ ഈക്വൽ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊള്ളച്ചോണം നിൽക്കും. അത് ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് നമ്മൾ ഈക്വലാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കണവർക്ക് പിൻ ചെയ്ത് വെക്കാം. നമ്മളെപ്പോഴും പിൻ ചെയ്ത് വെക്കുന്നതും അത് അഴിക്കുന്നതും നമുക്ക് അത്ര കംഫർട്ടബിലിറ്റി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറ്. പൊതുവേ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ ചെയ്തത്. പിൻ ചെയ്യലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. പിൻ ചെയ്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിതിങ്ങനെ ഈക്വലായിട്ട് ചെയ്യാൻ വെച്ചാൽ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈക്വൽ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പൊള്ളച്ച രീതിയിൽ നിൽക്കില്ല തുണി അടിയിൽ, ലൈനിങ്ങോ അല്ലെങ്കിൽ ക്ലോത്തോ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് പോലെ വരില്ല. ആ ഒരു രീതി നമ്മൾ ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് എക്സസ് ഉള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററും ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററും ബാക്ക് പാർട്ടിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ല എങ്കിൽ നമുക്കത് ചെയ്ത് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. കംഫർട്ടബിലിറ്റി വരണമെങ്കിൽ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. അപ്പോഴാകുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഈക്വലാക്കാനും രണ്ട് സൈഡിലേക്കും ഒരേപോലെ തന്നെ വരുത്താനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. അതിനുശേഷം പ്ലീറ്റ്സ് ഇടുക. നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് ഇടേണ്ട കട്ടിങ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗങ്ങളിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാണ്. അപ്പോൾ അപ്പുറത്തെ ഭാഗം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളിപ്പോൾ സെൻറ്ററിൽ ഇപ്പോൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ പ്ലീറ്റ്സിൻ്റെയും സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കണ്ടോ, പകുതിയിൽ നിന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഫിനിഷിംഗ് ആയിട്ട് പ്ലീറ്റ്സ് കിട്ടുക. എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് പ്ലീറ്റ്സ് കിട്ടും. രണ്ട് സൈഡിലോട്ടും ഈക്വലായിട്ട് വരാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല പ്ലീറ്റ്സിൻ്റെ എണ്ണം കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വെക്കുമ്പോൾ ഈക്വലാക്കിയിട്ട് വെക്കാനും പ്ലീറ്റ്സിൻ്റെ ഇടുന്ന ഭാഗം കുറച്ച് ഒരു പ്ലീറ്റ്സ് ഇടാനുള്ള ലെയറൂണ് ചിലപ്പോൾ ബാലൻസ് നിൽക്കണ്ടായിരിക്കും, വീതി കൂടുതൽ നിൽക്കണ്ടായിരിക്കും, അല്ലാതെ നീളം കൂടുതൽ നിൽക്കണ്ടായിരിക്കും. അപ്പോൾ അത് ചെയ്തെടുക്കാനും ഇതുപോലെ തന്നെ സെൻറ്ററിൽ ചെയ്യുമ്പോൾ ആ ഒരു പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്ന രീതി കറക്റ്റായിട്ട് ഈക്വലായിട്ട് ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്ലീറ്റ്സും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ തെറ്റത്ത് ഭാഗത്തേക്ക് കൈക്കുഴി ഭാഗത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ഒരു പ്ലീറ്റ്സും കൂടി അവിടെ ഇട്ട് കൊടുത്തു. നമ്മളവിടെ നിന്ന് ഒപ്പം വെച്ച് നോക്കി നോക്കും, തുണി ക്ലോത്ത് അവിടെ വരെ വെച്ച് നോക്കി നോക്കും, ഈ സൈഡിൽ നിന്ന് അറ്റത്ത് നിന്ന്. അപ്പോൾ അത് വെച്ച് നോക്കി നോക്കുമ്പോൾ ഒരു സ്വല്പം കൂടുതലുണ്ടെങ്കിൽ ആ ഒരു പ്ലീറ്റ്സ് അവിടെ ഇട്ട് കൊടുക്കും. സ്റ്റാർട്ടിങ്ങിൽ പ്ലീറ്റ്സുകൾ ചെയ്ത് നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്ലീറ്റ്സൊക്കെ കൃത്യമായിട്ട് ഭംഗിക്ക് നിൽക്കാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ.
പ്ലീറ്റ്സൊക്കെ ഭംഗിക്ക് നിൽക്കണമെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്ലീറ്റ്സൊക്കെ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുക, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് വരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നേരത്തെ ഒരു പ്ലീറ്റ്സ് ഇട്ടു ജസ്റ്റ് ഒന്ന് നല്ല വശം വരുന്ന രീതിയിലാണ് തയ്ച്ച് അങ്ങോട്ട് എടുത്തു, അതുകൊണ്ട് മാത്രം ആയില്ല. ഇങ്ങനെയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്ലീറ്റ്സിനെ ആ ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിലും നല്ല ഭംഗിയിലും എടുക്കുക പ്ലീറ്റ്സ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്ത് വെക്കണം. അതായത് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ചെയ്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തയ്യൽ തുമ്പിൻ്റെ ഭാഗം മുകളിലോട്ട് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വെച്ചത്. അങ്ങനെ വെച്ചപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടപ്പോൾ നല്ല പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിക്കാൻ ഇരിക്കുന്നുണ്ടല്ലേ. അത് എടുത്ത് കാണിക്കാനും നല്ല രസത്തിൽ നിൽക്കാനും ഒക്കെ നമുക്കിത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിന് ഒരു കുറച്ചും കൂടി എന്താ പറയുക ബലം കിട്ടും, കൂടുതൽ കാലം നിൽക്കും, പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. അതങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം നമ്മൾ പ്ലീറ്റ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്തു, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കുക. ഇതേപോലെ ഒരു സൈഡിൽ നിന്നാണ് എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വന്നത്. നമ്മൾക്ക് ആദ്യം ഒരു സെൻറ്ററിൽ നോച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് ഒരു നോച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഈ 3 പോയിൻറ്റിലും ഫുള്ളും പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് തൊട്ടപ്പുറത്ത് നിന്നാണ് പ്ലീറ്റ്സ് വരുന്നത്. സെൻറ്റർ ഭാഗം കറക്റ്റ് അവിടെ നിന്ന് നിർത്തിയിട്ട് തൊട്ടപ്പുറത്ത് നിന്നാണ് പ്ലീറ്റ്സ് ഇട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെൻറ്ററിൽ കറക്റ്റ് അങ്ങനെ ഒരു പ്ലീറ്റ്സ് ഇടുന്നില്ല, ഒരു തൊട്ടിപ്പുറത്ത് നിന്നായിട്ട് ഒരു പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് നിന്നായിട്ട് പ്ലീറ്റ്സ് ഇട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെയും ഇതുപോലെ തന്നെ സെൻറ്ററിൽ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെയും അതുപോലെ പ്ലീറ്റ്സ് ഇട്ട് അതിൻ്റെ പാവാടയുടെ ഭാഗത്തിന് സ്കേർട്ടിൻ്റെ ഭാഗത്തിന് സെൻറ്റർ ഭാഗം എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ആ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതിനുശേഷം അപ്പോൾ നമുക്ക് ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തിൽ മാത്രം ഒരു സ്വല്പം കൂടുതലുണ്ടാകും. ഒരു പ്ലീറ്റ്സ് ഇടാനുള്ള ഒരു സംഭവം നമുക്ക് സ്വല്പം കൂടുതൽ നിൽക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതുപോലെ ചെറിയതായിട്ടൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഈക്വലായിരിക്കും കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് പേര് കണ്ട. ഇപ്പോൾ നമ്മൾ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈക്വൽ ആവുന്നുണ്ട് കറക്റ്റായിട്ട് രണ്ട് സൈഡിലോട്ട്. നമ്മളിപ്പോൾ അളവെടുക്കുന്ന രീതിയിൽ വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കട്ടിങ് പാർട്ട് കണ്ടാൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണ് എവിടം വരെയാണ് നമ്മൾ പ്ലീറ്റ്സിൻ്റെ അളവിന് എങ്ങനെ എടുത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഡീറ്റെയിലായിട്ട് പറയുന്നത് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിലായിട്ട് പറയുന്നത്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. സ്ലീവ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് വരുന്ന രീതിയിലിട്ടു. അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ഒരു ഭാഗം നമ്മളെടുത്തു. അതിന് സ്ലീവിൻ്റെ ഒരു നല്ല വശം എടുത്തിട്ട് ഷോൾഡർ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന മെറ്റീരിയലിൻ്റെ നല്ല വശമാണ് മുകളിലോട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ സ്ലീവിൻ്റെ നല്ല വശം ആ ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ, അതായത് നല്ല വശവും വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചത്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് താഴേക്കും വീണ്ടും അഗെയിൻ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടും തയ്ച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്തേക്കണം കേട്ടോ. അതിനുശേഷം ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് അളക്കുക. നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടുന്ന അളവ് എത്രയാണോ ആ അളവ് എടുക്കുക. നമുക്ക് എത്രയാണോ ആദ്യം എടുക്കേണ്ട ഫുൾ ഇറക്കത്തിൻ്റെ അതിൻ്റെ കൂടെ 2 ഇഞ്ചാണല്ലോ നമ്മൾ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അളവിൽ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ടേബിളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചാലാണ് നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗം നമുക്ക് വേണ്ട അളവ് 49 ഇഞ്ചാണ് അളവ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ബാലൻസ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടും ഈ മെറ്റീരിയൽ ചുങ്കിടി ആയതുകൊണ്ട് അലക്കി കഴിഞ്ഞിട്ട് വരുമ്പോൾ ചുരുങ്ങാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള അളവ് 49 ആണ്. ആ 49ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ചുരുങ്ങുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രം നമ്മളൊരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് സാധാരണ കൊടുത്താൽ മതി. താഴെ ഭാഗം മാർക്ക് അടിക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ,
അതിനുശേഷം നമ്മൾ ഒരു സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചെടുക്കുക. താഴെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ഈ സൈഡ് ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ആർച്ച് പോലെ ഒന്നൊരു ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. ഷേപ്പ് കൊടുക്കുമ്പോൾ താഴെ ഭാഗത്തു നിന്ന് ഒരു ചെറുതായിട്ടൊരു പൊടിക്ക് താഴത്തേക്ക് ഇറക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് വരിക കേട്ടോ. നമ്മളിപ്പോൾ കട്ടിങ് പാർട്ടിൽ കാണിച്ചായിരുന്നല്ലോ പാവാടയുടെ ഭാഗത്തിൻ്റെ, അതായത് സ്കേർട്ടിൻ്റെ ഭാഗം നൈറ്റിയുടെ താഴെ ഭാഗത്തിലേക്ക് നമ്മൾ ചെയ്തപ്പോൾ ആ ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ രീതി തന്നെയാണ് നമ്മളിത് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയി വരും. സൈഡ് ഭാഗത്തൊരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അതായത് സ്ലീവിൻ്റെ തെറ്റ് ഭാഗത്ത് നിന്ന് തൊട്ട് സൈഡ് ഭാഗം മൊത്തം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ ഭാഗം വരെ അറ്റം വരെയൊക്കെ തയ്ക്കണം. അതിന് ശേഷം അടിഭാഗം മടക്കി തയ്ക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.